വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് 7 വിക്കറ്റിൻ്റെ വിജയം. കഴിഞ്ഞ ടെസ്റ്റിൽ ദയനീയമായി ഇന്ത്യയോട് ഇന്നിങ്സിനും 300 റൺസിനും പരാജയപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ഏകദിനത്തിൽ എന്ത് വില കൊടുത്തും അതിനു മറുപടി നൽകാൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗ്രൗണ്ടിലിറങ്ങിയത്. ധർമ്മശാലയിൽ ഇന്ന് ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയാണ് കളി ആരംഭിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല 50 ഓവർ മത്സരം നേർപകുതി 25 ഓവറാക്കി ചുരുക്കുകയും ചെയ്തു. ടോസ് ലഭിച്ച് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഇന്ത്യയുടെ തീരുമാനങ്ങളെല്ലാം വളരെ ശരി തന്നെയായിരുന്നു. പക്ഷേ ഗുർബാസിന് മുന്നിൽ ഇന്ത്യൻ ബൗളിംഗ് ചിന്നിച്ചിതറുന്ന കാഴ്ചയാണ് കണ്ടത്. കരുത്തനായ അഫ്ഗാൻ ഓപ്പണർ ഗുർബാസ് വെറും 51 പന്തുകളിൽ 8 സിക്സുകളും 8 ഫോറും അടക്കം 102 റൺസാണ് നേടിയത്. ക്യാപ്റ്റൻ ഗില്ലിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചത് അയാൾക്ക് മുന്നിൽ മാത്രമായിരുന്നു. കളിയുടെ ആദ്യാവസാനം വരെ അഫ്ഗാനിസ്ഥാൻ മത്സരം എങ്ങനെയും പിടിച്ചെടുക്കണം എന്നുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഗുർബാസിന് പിന്തുണ നൽകാൻ മറ്റു ബാറ്റർമാർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു സാധ്യത നേടിയെടുക്കാമായിരുന്നു. പക്ഷേ അതിനൊരിക്കലും ഇന്ത്യൻ ബൗളർമാർ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഹർഷദീപ് സിംഗിൻ്റെയും ഗുർനൂർ ബ്രാറിൻ്റെയും കൃത്യതയാർന്ന ബൗളിങ്ങിന് മുന്നിൽ ഗുർബാസ് ഒഴികെ അഫ്ഗാനിസ്ഥാൻ്റെ മറ്റു ബാറ്റർമാർക്കൊന്നും തന്നെ കാര്യമായ സ്കോർ കണ്ടെത്താൻ കഴിയാതെ പോയി. കൃത്യമായ ബൗളിങ്ങിന് കൃത്യമായ ഫീൽഡിംഗ് കൂടി കൂട്ടായപ്പോൾ ഗുർബാസിന് മുന്നിൽ പതറിപ്പോയ ഇന്ത്യ പിന്നീട് കളി തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അഫ്ഗാനിസ്ഥാന്റെ വിശ്വസ്തനായ ബാറ്റർ ഓപ്പണർ ഇബ്രാഹിമിനെ 1 റൺസിന് പുറത്താക്കുന്നു. സദീഖ് അബ്ദുള്ള ഖാലിനെ 0 പുറത്താക്കുന്നു. റഹ്മത്ത് ഷാ 3 റൺസിനും പുറത്തായപ്പോൾ പ്രതിസന്ധിയിലായ അഫ്ഗാനിസ്ഥാന് മധ്യനിരയിൽ രക്ഷകനായത് ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള ഷഹീദിയും അസ്മത്തുള്ളയുമാണ്. ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള 30 പന്തുകളിൽ 27 റൺസ് എടുത്തപ്പോൾ അസ്മത്തുള്ള 3 സിക്സിൻ്റെ അകമ്പടിയോടെ 16 പന്തുകളിൽ 26 റൺസ് എടുത്ത് മധ്യനിരയിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് ഇരുവരും പടുത്തുയർത്തിയത്. പക്ഷേ പിന്നീട് വന്നവർക്ക് വീണ്ടും കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ ബൗളർമാരുടെ തേരോട്ടമായിരുന്നു. മുഹമ്മദ് നബിയെയും റാഷിദ് ഖാനെയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കി 24.5 ഓവറിൽ 194 റൺസിന് അഫ്ഗാനിസ്ഥാന്റെ 10 വിക്കറ്റുകളും പിഴുതെടുത്തു. 195 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് 46 റൺസിൽ നിൽക്കുമ്പോഴാണ്. 16 പന്തിൽ 16 റൺസ് എടുത്ത രോഹിത് ശർമ്മയായിരുന്നു ആദ്യം പുറത്തായത്. പിന്നീട് വന്ന ഇഷാൻ കിഷനുമൊത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 116 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് പടുത്തുയർത്തിയത്. വിജയത്തിലേക്ക് വളരെ അനായാസം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇഷാൻ കിഷൻ പുറത്താകുന്നത് 34 റൺസുമായി. പിന്നീടെത്തിയത് ശ്രേയസ് അയ്യരായിരുന്നു. അയ്യർക്ക് ഇന്ന് 23 റൺസ് നേടിയിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സിൽ 3000 ക്ലബിലെത്തുന്ന ഇന്ത്യൻ താരമായി മാറാമായിരുന്നു. നിലവിൽ ആ റെക്കോർഡ് ശിഖർ ധവാനാണുള്ളത്. നിർഭാഗ്യവശാൽ 12 റൺസിന് അയ്യർ പുറത്തായി. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് നേടാനുള്ള അവസരം അവിടെ നഷ്ടമാകുന്നു. KL രാഹുൽ അത്യുജ്വല ഫോമിലായിരുന്നു. ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോഴും ക്യാപ്റ്റൻ പൂർണ്ണമായും തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു അത്യുജ്വല ഇന്നിങ്സ് തന്നെയാണ് കളിച്ചു പോയത്. രാഹുൽ കൂടി കൂട്ടായെത്തിയപ്പോൾ വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് ഇന്ത്യ നടന്നു നീങ്ങി. വെറും 19 പന്തിൽ 3 സിക്സും 4 ഫോറും അടക്കം KL രാഹുൽ നേടിയത് 39 റൺസായിരുന്നു. അസ്മത്തുള്ളയെ തുടരെ ബൗണ്ടറികൾ പായിച്ചുകൊണ്ടാണ് 23-ാം ഓവറിൽ ഇന്ത്യ 7 വിക്കറ്റിന്റെ വിജയത്തിലേക്ക് നടന്നു കയറിയത്. 66 പന്തുകളിൽ 2 സിക്സും 11 ഫോറുകളും അടക്കം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നേടിയത് 84 റൺസായിരുന്നു. മുന്നിൽ നിന്ന് പടനയിച്ച പടനായകൻ എന്ന വിശേഷണത്തിന് 100% അർഹമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്ന് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ശുഭ്മാൻ ഗില്ലിനെ ഇന്നത്തെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ തന്നെ 7 വിക്കറ്റിന്റെ വിജയവുമായി ഇന്ത്യ ആധിപത്യം പുലർത്തുമ്പോൾ വീണ്ടും പ്രതിസന്ധിയിലാകുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. കാരണം ഒരേ ഒരു ടെസ്റ്റിൽ ഇന്ത്യയോട് അതിദയനീയമായി പരാജയപ്പെട്ടു. ഏകദിനത്തിലെങ്കിലും ജയിച്ച് അഭിമാനം സംരക്ഷിക്കാമെന്ന് കരുതുമ്പോൾ അവിടെയും ഇന്ത്യൻ പ്ലെയേഴ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ മത്സരത്തിൽ മറ്റൊരു റെക്കോർഡ് കൂടി പിറക്കുകയുണ്ടായി. ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാണ് ആ റെക്കോർഡിനുടമയായിട്ടുള്ളത്. വളരെ കാലങ്ങൾ കാത്തു സൂക്ഷിച്ച സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് രോഹിത് ശർമ്മ ഇന്ന് മറികടന്നത്. ഏറ്റവും പ്രായം കൂടിയ ഏകദിനം കളിക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് സച്ചിനിൽ നിന്ന് രോഹിത് ശർമ്മ ഇന്ന് നേടിയെടുത്തത്. സച്ചിൻ അവസാനമായി കളിക്കുമ്പോൾ 38 വയസ്സും 329 ദിവസങ്ങളുമായിരുന്നു. ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ രോഹിത് ശർമ്മ മത്സരത്തിനിറങ്ങുമ്പോൾ 39 വയസ്സും 44 ദിവസവുമായിരുന്നു പ്രായം. ആകെ 5 താരങ്ങളാണ് 38 വയസ്സിന് ശേഷവും ഇന്ത്യക്ക് വേണ്ടി ഏകദിനങ്ങൾ കളിച്ചിട്ടുള്ളത്. സച്ചിനും രോഹിത് ശർമ്മക്കും പുറമെ 38 വയസ്സിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഏകദിനങ്ങൾ കളിച്ചിട്ടുള്ള കളിക്കാർ ഒന്ന് MS ധോണിയാണ്, മറ്റൊന്ന് രാഹുൽ ദ്രാവിഡാണ്, മറ്റൊന്ന് മൊഹീന്ദർ അമർനാഥാണ്. നിലവിൽ
ഏകദിനത്തിൽ ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് അത് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.